ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ജയിൽ എസ്കേപ്പാണ്. അപ്പോൾ നമ്മൾ ഈസി തീർത്തായിരുന്നു, അത് യൂട്യൂബ് അയക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഹാർഡ് എടുക്കാം. ഓ, അയാൾ കണ്ണടയൊക്കെ വെച്ചിട്ടോ. ഇത് കണ്ട കണ്ണടയൊക്കെ വെച്ചിട്ടുണ്ട് ഹാളിൽ. നമുക്കിനി മുകളിൽ കയറി പോവാം. ഇങ്ങനെ ഇതൊന്നും കാണില്ലേ? എനിക്കില്ല കേട്ടോ. അപ്പം നമുക്ക് ഈ വഴി കൂടെ പോയിട്ടൊന്ന് പൊട്ടോ കാണാം. പൊട്ടിയ എന്ത് ഇങ്ങനെ എവിടുന്ന് ഇതൊക്കെ എന്ത് ഈസി ബീസി. ഓക്കെ, ഇവിടുന്ന് ഏണിയർ നമുക്ക് മുകളിലേക്ക് പോവും. ഇനി ഇവിടുന്ന് റൗണ്ട് അടിച്ച് അങ്ങോട്ട് പോകണോ? ചാടാനൊന്നും പറ്റൂലല്ലേ, ഭയങ്കര പാടാട്ടത്. ഇവന്മാര് ഹാർഡായിട്ട് ഭയങ്കര പാടാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നൈസായിട്ട് ഇങ്ങോട്ട് പോവാം, അങ്ങോട്ട് പോവാം, അങ്ങോട്ട് അടിക്കാം. ഓക്കെ, ഇത് മറ്റേതായിരിക്കും. ഓക്കെ ചേട്ടാ, അയ്യോ ഇത് ഭയങ്കര പാടാട്ടാ. ഓക്കെ, അടുത്ത ചാടാട്ടാ. ഓഫ്, ജസ്റ്റ് മിസ്. എൻ്റെ മോനെ ഇത് ഭയങ്കര ഹാർഡാട്ടാ. വിചാരിക്കുന്നേക്കാൾ അപ്പുറമാണ്. ചടിക്കോ 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 ചടിക്കോ. ഇതെന്താ ഗ്രനേഡാ? ഓഫ് ഗൈസ്, ബോംബാണ്. ഇത് ബോംബാണ് അടി മൊത്തം. ഓഫ്, ഇതെന്താണിത്? അയ്യോ, ഇനി പിന്നീല തീർക്കണ്ടേ. ആ സമയത്ത് വരണം. ശരി, ഇതെന്ത്? ഓക്കെ ഓക്കെ, എന്നാ പ്രശ്നം? ചാടുമ്പോൾ വരില്ല. അയാളുടെ ഐഡിയ ഉള്ളല്ലോ, എടുക്കാങ്ങ. ഓക്കെ, ഇതിങ്ങനെ പോവാ. അതിങ്ങോട്ട് കേടാ, അതിങ്ങനെ ആടാ, അതിങ്ങോട്ട് കേടാ, അതിൻ്റെ ഇങ്ങോട്ട് കേടാ. ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ ഫുൾ ഗ്രനേഡാണ്. സൂക്ഷിച്ച് വേണം ഈ വഴി കൂടെ അങ്ങോട്ട് പോവാം. പതിയെ പോയി അടുത്തെത്തു. ഈ ബോംബ് ഏത് നിമിഷം വേണേലും പൊട്ടും. പൊട്ട് പൊട്ടി. കയറി എൻ്റെ എന്തിവിടെ. ഇത് ഹാർഡെന്ന് വെച്ചാൽ ഇത്രയും ഹാർഡുള്ള വേറെ. സ്പീഡ് കൂടി അയാൾക്ക് സ്പീഡ് കൂടി. ഇതെന്തോ നാട്. അയ്യോ പിടിച്ച് പൊന്നെ, ഇയാൾക്ക് നല്ലത് കൂടി ഉണ്ട് കേട്ടാ. എന്നാൽ തന്നെ അന്ന് കൊമ്മട്ടടങ്ങളോടോ സഹായക്കൂടെ ഇടിച്ചിട്ടിരിക്കായിരുന്നു. പിടിച്ച് തന്നെ അന്ന് കൊല്ലും. ഇയാൾ അടിക്കലുണ്ട്. ഇയാൾക്കൊന്നും ഏക്കണില്ലെന്ന് വെച്ചാൽ ഭയങ്കര പാട് തന്നെ. ബൈ ബൈ. അന്നൊക്കെയുണ്ട് അധികം ഉണ്ടില്ല ആൾക്ക്. ഇയാൾ വില്ലപ്പനാണെന്ന് തോന്നുന്നു. കണ്ണടയൊക്കെ വിറ്റപ്പോഴേ തോന്നി. ഞാൻ ചാടി പോകുമ്പോൾ നടന്നു പോയെന്നൊന്നും എത്തൂല. ചാടി പോവാം. അയാൾ അയാളെ രക്ഷപ്പെട്ട്. ഇവിടെ എന്താ ലേസ്? ഇനി ഇതും കിടക്കണോ? അമ്മയായിട്ടുണ്ട്. എൻ്റെ പൊന്ന്, ഇത്ര മേഘട്ടവൻ ഈ ലോകത്ത് ആരികയിലുണ്ടാവും. ചാടി ഇയാളോട്ട് പുറേ തന്നെ അടിക്കുക. എന്താ ചാടണത്? ഞാൻ ചാടണ്ടേ? എൻ്റെ പുറേ കയറിയാനയാൾ. ഓക്കെ, വാ ചാട്. ഫൈൻ. എൻ്റെ പൊന്നിന് പറ്റണില്ലല്ലോ. ഇയാൾ കൊല്ലാണ്ട് സമാനമില്ല. തന്നെ ഇങ്ങനെ പിടിച്ച് നമ്മളെ പിടിക്കാണ്ടിരിക്കും. ഞാൻ ബ്ലോക്ക് കേട്ടാണ് കേസ് പോകുന്നത്. ഇതൊക്കെ അത്രേ ഉള്ളൂ, നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടെങ്കിൽ ഇതുപോലെ സ്ലൈഡ് ചെയ്ത് പോവാം. ഇങ്ങനെ കാണിച്ചേ, ഇങ്ങനെ നിൽക്കുക. ഷീൽഡൊക്കെ തന്നെ ഷീൽഡാക്കിയാണ്.
എന്താടേ ഇതിങ്ങനെ ഇയാളങ്ങ് അടിച്ചുകൊല്ലിന്നെ. തനി ഇത് കെട്ടിന്ന് വരുന്നതാണോ? തന്നെ പോലീസല്ലേ, ഞാൻ കൊല്ലും. യവനൊന്ന് കൊന്നോട്ടെ. എന്നിട്ട് അയാളുടെ ലൈഫ് പോയി. ഞാൻ രണ്ടടി അടിച്ച് അമ്മൻ അടിക്കുന്നൊക്കെ. ദേവനെ പോലീസിന് അടിക്കണ്ട, അപ്പം ഞാൻ അടിക്കും. എന്തോ ഇയാളുടെ ലൈഫ് പോകണ്ടല്ലോ. ഇതിങ്ങനെ പോവാ. ഇങ്ങനെ ഇയാളുടെ ലൈഫ് കൂടിയാലേ ഇയാളുടെ ലൈഫ് എന്തോരൊക്കെ പെട്ടെന്ന് കൂടണത്. ഇതിന് നേരത്തെ തന്നെ അടിച്ചില്ലേ? അടിക്കാൻ ഐ കിൽ യു ബൈ ബൈ. ഓ അതിനെ കുറേ പൈസ ആട്ടൊക്കെ കിട്ടി. ബൈ ബൈ. അവനെ കൊന്നുണ്ട്. ഈ പോലീസുകാരനെ കൊന്ന ഹുലേഷ് ഹലാഷ്. അതേപോലെ ലൈഫുണ്ടോ? പോലീസിനെ കൊന്നതേയാണെന്ന് പോകുള്ളൂ. രണ്ടടി കൂടി മതി കഴിഞ്ഞാൽ അയാൾ കൊല്ലാൻ. ഇങ്ങോട്ട് ഓടോ, അത് ഇങ്ങോട്ട് ഓടോ കണ്ടക്കാരെ. 3 അടി വേണമല്ലേ ലാസ്റ്റത്തടി. ഇങ്ങോട്ട് വേണോ കൂളിംഗ് ഗ്ലാസ് കയറുക തടിയും പോലീസ്. ചാടി അടിക്കാൻ നോക്കിയതാ, മാസമായിട്ട് അടിക്കാൻ നോക്കിയതാ. പക്ഷെ പോലീസുകാരെ അതിനേക്കാളും മാസമായിട്ട് എന്നെ പിടിച്ച്. കിടക്കപ്പെട്ടില്ലേ ഇയാളുടെ വയറ്റിക്കറി നമുക്ക് കാണാൻ പറ്റുമോ? ആകാശം വരെ അങ്ങനെ പോലീസില്ല. ഇപ്പോൾ പോലീസൊക്കെ പമ്പ് കിടന്നു. ഇതുവഴി സെല്ലിൽ ഒരു അടി എടുക്കുന്നു. എന്താടേ കുഴപ്പമില്ല, അവിടെ വെയിറ്റ് ചെയ്താൽ മതി. പോലീസൊന്നും ഇല്ല. ഇത് ഭയങ്കര ആടായിപ്പോയി. ഇതാണ് നല്ലത്. നടക്കുകയും വേണ്ട, ചെയ്യാൻ വേണ്ട, വെറുതെ ബ്ലോക്ക് പിടിച്ചിരുന്നായിരിക്കും. ഇങ്ങനെ ചാമ്പ്. ഇതെനിക്ക് ഇത്തിരി ഭയങ്കര പാടാണ്. ഇങ്ങനെ പെട്ടെന്ന് നിൽക്കില്ലേ? ഇത്രയും കഷ്ടപ്പെട്ട് ഇപ്പുറത്തെത്തിയിട്ടാണ് മനസ്സിലാക്കുന്നത് ഈ ബട്ടൺ ഞാൻ നിൽക്കില്ല. പിന്നെ അത് കിടക്കണ്ടേ? എൻ്റെ പൊന്ന് മച്ചന്മാരെ, ഇതിപ്പോൾ എനിക്ക് 8ൻ്റെ പണിയുള്ള തന്നത്. ഇന്ത്യയിലാവട്ടെ ഇതെന്താണത്? ഗുഡ് ഗുഡ് ഗുഡ്. ചാടി കളിക്കുക. അവൻ വിചാരിക്കുക എന്തുവാനൊന്നും പോലീസിനെ പേടിയില്ലേ. ഓക്കെ. അതിൻ്റെ മുകളിൽ നിന്ന് എന്ന് പറഞ്ഞ അടിക്ക് വീണു. എന്നാലും നേരത്തെ നിൽക്കാണ്ട് പോയ വിഷമം സമ്മതിക്കണം. ഇതൊക്കെ എന്തെന്നാണ് ഞാൻ ചെയ്തല്ലോ. എൻ്റെ ബാഗിൽ ഇതിനെടുത്ത് കഴിഞ്ഞാൽ എല്ലാവരും അടിക്കും. ഞാൻ അടിച്ചില്ല. കണ്ട ഭയങ്കര സ്പീഡിൽ പോകേണ്ടത്. എന്നെ തള്ളിയിട്ട് ഷിൻജാനെ അവൻ കൂളായിട്ട് അപ്പുറത്ത് കയറിയ അവനെ സമ്മതിക്കണം. വണ്ടർഫുൾ. ഇന്നിപ്പോൾ എപ്പോഴാണ് അവിടെ എത്താ? ഇത് ഭയങ്കര ഈസി. ഇതൊക്കെ ഭയങ്കര ഈസിയെന്ന് പറഞ്ഞ് പോയ ഞാനാട്ടാ. ഇപ്പോൾ അതിൻ്റെ അടുത്ത് പോലും എത്താൻ പറ്റുന്നില്ല. പോട്ടെ, ഈ കമ്പി പോലും കഴിക്കാൻ പറ്റാറില്ല. എന്താല്ലേ ഇത് ഹാർഡാണ്, അതുകൊണ്ടാണ്. അല്ലേ ഞാൻ എപ്പോൾ അവിടെ എത്തണ്ടെന്ന് അറിയോ? അവിടെ 100 ചാട്ടം കൂടി മതിയാവും നല്ല ലൈഫ് രക്ഷിക്കാം. പിന്നെ അവിടെ പോകണം, പിന്നെ അവിടെ നിന്ന് കയറി കയറണം. ഇതൊക്കെ ഒരുമാതിരി പണിയാണ്.
ഇവിടെ ഒന്നുമല്ല, ജമ്പർ ഉണ്ടെങ്കിൽ പോയി ചടിക്കാറ്. അയ്യോ ഇതെന്തത്? ഇതിനകത്ത് എത്തിയാൽ മതിയായിരുന്നു. വെല്ലുവിളി. ഇപ്പം വെല്ലുവായാണ്. അമ്പും വില്ലും. ജസ്റ്റ് മിസ്. ഇത്ര നേരത്തെ അടിപ്പോയി, അതാണ് ശരിക്കും സംഭവിച്ചത്. നേരത്തെ നമ്മൾ കയറും. നേരത്തെ നമ്മൾ കയറിയിരിക്കും. തും 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 തും. ഇതെന്താ? ഇവിടെയാണ് ജയിക്കുന്ന സ്ഥലം. ഇതുകൊണ്ട് പൊട്ടിട്ട് അപ്പുറത്തേക്ക് കയറാൻ പറ്റും. അവിടെ എത്തിയാലാണ് ഗൈസ് നമ്മൾ ജയിക്കുക. അതിൽ വലിയ ഓട്ടം ഉണ്ടെങ്കിൽ ആ വഴിയെങ്കിലും അല്ല, നമ്മൾ ഇപ്പം ജയിക്കുന്ന കേട്ടോ പറഞ്ഞതല്ല, നേരത്തെ ജയിക്കുന്നതല്ല ഉദ്ദേശിച്ചത്. കമ്പ്യൂട്ടറിൽ പൊട്ടിക്കാൻ പറ്റിയതെങ്കിൽ, ഇവിടെ ഒരു വാതിലുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഓക്കെ, പിന്നെ അങ്ങോട്ട് തന്നെ പോകണം. ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ. ഒരു ഐഡിയ കിട്ടി. ഇനി വയ്ക്കോ, ഇനി അങ്ങോട്ട് കയറും. ശ്രദ്ധിച്ചു വയ്ക്കോ. ഒരു പ്രത്യേക ഐഡിയ നമുക്ക് കിട്ടിയേക്കുന്നത്. ഈ ഐഡിയ വേറെ ആർക്കും തോന്നിയിട്ടുണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കട്ടെ, സക്സസ് ആവുമെന്നൊന്നും അറിയില്ല. അല്ല, അത് ഞാൻ ചെയ്തില്ല. അപ്പോഴേക്കും എന്നെ അടിക്കാക്കി ലേസർമാർ, കുഞ്ഞിക്കള്ളന്മാർ. എൻ്റെ മുകളിൽ നീ ദേഷ്യം പേരുണ്ട്. 10 മിനിറ്റായി എൻ്റെ പുറം നിൽക്കണം ഞാൻ. ഓക്കെ ഇതന്നെ പറ്റിയ അവസരം. ഓക്കെ എത്ര പഠിക്കുന്നു? ചടിക്കോ? ഞാൻ പറഞ്ഞില്ല എൻ്റെ ബുദ്ധി സക്സസ് ആവുന്നു. ഇത് നമ്മുടെ പണ്ടത്തെ ബാത്റൂം അല്ലല്ലോ. എന്തൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ടല്ലോ. ഇതത്രയും ആ സമയത്ത് തന്നെ ആ കമ്പി അവിടെ കൊണ്ടുവന്ന് നിൽക്കാൻ തോന്നിയവർ നല്ലതാണ് കേട്ടോ. നല്ലത്, വളരെ നല്ലതാണ്. അത് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. കുഴപ്പമില്ല. ആ തോട്ടിയൊക്കെ എടുത്തല്ലേ, തോണ്ടി പൊക്കും. എന്നിട്ട് പൊന്നി ബാത്റൂമിലല്ലേ ഈശ്വരടാ. ഇനി ആൾക്കാർക്ക് ബാത്റൂമിൽ പോകണമെങ്കിലൊക്കെ എന്ത് ചെയ്യാവോ? ലേസറൊക്കെ ചാടിക്കണം. ഡയമണ്ട് വെച്ചിരിക്കുന്ന സ്ഥലത്തുണ്ടാവില്ലല്ലോ ഇത്ര ലേസറേ. ഇവിടുന്ന് ഈ സംഭവം പിടിച്ചു പറഞ്ഞു. ഇതെന്തത്? എന്തോന്നാലും ഈ ഇലങ്ങനെ പൊട്ടി പോയാൽ എന്ത് ചെയ്യും? എൻ്റെ പൊന്ന് സമ്മതിക്കണം. ഈ ഹാർഡും ഇമ്പോസിബിളൊക്കെ തീർത്തവർ. ഇവിടെ അങ്ങോട്ടുള്ള വഴി, ഇവിടെ ഞാൻ സ്റ്റെപ്പ് തന്നെ കയറി പോരണല്ലേ. ആൾക്കാരുടെ അഭിപ്രായം നല്ല ഇങ്ങോട്ട് പോ. ഇത്രയും എൻ്റെ പൊന്നെ എനിക്ക് വയ്യ. ഇതെന്താണ്? ഇതൊക്കെ എന്ത് മാറ്. ഇത് എന്തോലെ. ഇല്ല, അവയ്ക്കൊന്ന് തൊട്ടാ തുടങ്ങും. അയ്യോ ഇപ്പം ഒന്നില്ല. ഓക്കെ പോ. അയ്യോ, അപ്പം മൂളിത്തെ പോലീസ് ഓഫീസർ. അവിടെ പോലീസ് ഓഫീസർ ഇനി ഇങ്ങേറേയും കണ്ണിപ്പെടാണ്ട് അങ്ങേർക്ക്. ഇപ്പം അതമ്മ ചെന്ന്
എൻ്റെ പൊന്നെ, എന്നെങ്കിലും ഒന്ന് വെറുതെ വിട്. ഈ ട്രാപ്പ്, അങ്ങനെയൊക്കെ ട്രാപ്പ് മൂന്ന് വന്നിട്ട് അങ്ങനെ ആകുമ്പോൾ കുടുങ്ങണില്ലല്ലോ. ഇവിടെ എന്തുന്നാ എൻ്റെ, ഞാൻ ഒന്നും മനസ്സിലായില്ല. കുഴപ്പമില്ല, തുറന്നിട്ടതുണ്ട്. അയ്യോ, ഞാൻ പോയി കുറഞ്ഞു വരട്ടെ. അയ്യോ, വഴിയില്ല. നേരിനെ പിടിച്ച് നീ ഒരു കണ്ണടക്കാറ്. ആ, ഓക്കെ 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 ഓക്കെ, പറ്റിയ സമയം ചാടിക്കറിക്കോ. ഒന്നും പറയാനില്ല. ആ, ഇതന്നെ പറ്റിയ അവസരം. കയറിക്കോ. ഇത് പറ്റൂലിട്ട്. ഇത് ഭയങ്കര എഫോർട്ട് എടുത്തിട്ട് വേണം നമുക്ക് ഈ സംഭവം കംപ്ലീറ്റ് ആക്കാൻ. പറഞ്ഞു തന്നുണ്ട. എൻ്റെ പൊന്നെ, ഹാർഡ് ഈസി ആയിരുന്നു ഇതിനേക്കാളും ബെറ്റർ. ഇപ്പിനകത്ത് പീനട്ട് ബട്ടർ തേച്ച് കഴിക്കേണ്ട അവസ്ഥയാണല്ലോ. ഞാൻ ചാടണമെന്നാണ് ഇവരൊക്കെ. ഈ ചങ്ങലയും പിടിച്ചു പോകാൻ പറ്റും? അടിക്കുമോ? ചങ്ങലയും പിടിച്ചിട്ട് ഞാൻ ഓടിക്കുമോ? ഭാഗ്യം ചത്തില്ല. അല്ല, ഇതിപ്പോൾ ഞാൻ പിന്നെ എങ്ങനെ അപ്പുറത്ത് കയറും? ആ, ഓക്കെ. ഓഹോ, ഭാഗ്യം. ഇത് മറ്റേ സ്ഥലമല്ലേ, എനർജി ഡ്രിങ്ക്. ഈസിയിൽ ഇത് മഞ്ഞ കേട്ടോ ഗൈസ്. ഇത് ഹാർഡിൽ ഇത് നീല കളറിലാണ്, ബ്ലൂ കളർ. എനിക്ക് സ്പീഡൊന്നും കിട്ടിയില്ല കേട്ടോ. ഓ, ഇത് ജമ്പിങ് പവർ ആകണ്ട. ഓക്കെ, മറ്റേ സ്പീഡ് പവറാ. ഓക്കെ ഓക്കെ. ഇത് മറ്റേതുപോലെ ചാടണത്. ഇത് കണ്ട, അടി സ്കീപ്പ് ഉണ്ട്. അവിടെ ആ, അങ്ങോട്ടാണ് നമുക്ക് താൽക്കാലികമായിട്ട് പോകേണ്ടത്. അത് കഴിഞ്ഞാൽ കുറേ ഉണ്ട്. അയ്യോ, അവിടെ വരെ എത്തണോ? നടക്കൂല, പറഞ്ഞില്ലേ. ഓക്കെ, ഓരം കൂടി എടുത്ത് കുടിച്ചേക്കാം. ഇത്തിരി കൂടി പവർ കൂടിയായിട്ട്. യാ, ആ, കയറും. അല്ല, ഇതിനകത്ത് ഇപ്പം ഞാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റ്. എൻ്റെ പൊന്നെ, അതിപ്പോൾ പോയത്. ഗ്രനൈഡ്. എൻ്റെ പൊടച്ചോ, കുഴപ്പമില്ല. ഈ ലാഡെടുത്ത് ഈ ലാഡ് തട്ടിയാൽ പൊട്ടോന്നാണ് എൻ്റെ പേടി. പൊട്ടോ? ലാഡ് തട്ടില്ല, നമ്മൾ പൊക്കി പിടിച്ചേക്കല്ലേ. ആ, ഓക്കെ, അവിടെ എത്തി. ടൂളല്ലേ? ഓക്കെ, ഡ്രോപ്പ്. തുറക്ക്. ആ, ഇതാ പൊന്നെ, ഭയങ്കര ഹാർഡ് കേട്ടോ. ആ, ഇത് സിമ്പിളാണ്. അത്ര സിമ്പിളല്ല, കാരണം ഇവിടെ പുതിയതായിട്ട് ലേസർ മാറ്റം വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇത് അത്രയും എളുപ്പം ആവില്ല. രക്ഷപ്പെട്ടു. കയറിക്കാല് ചടിക്കോ. ഓ, ഇപ്പൊ ചാമ്പക്കേ. ഇനി ഇവിടെ വല്ലതും. നോ 1 2 3 4 5. ഓ, 5 ആയില്ല, ഡൈവായി. ഞാൻ ചെറുതായിട്ടൊന്ന് ഡൈവായി താഴേക്ക് വീണു. ഇനി എന്തോരം ഇത് ഫുട്ബോൾ കോച്ചിങ്ങാണ്. ആൾക്കാർ ഇത് പോകാൻ പാടില്ലെന്ന് പറയണ പോലെ. ബോംബിനടുത്തേക്ക് പോകാനും പാടില്ല. ശത്രു ഇങ്ങോട്ടാ. ആ, ഇതും കഴിഞ്ഞളിയിലുണ്ടാകും. പക്ഷെ ഇത് കഴിഞ്ഞളിനെ പോലത്തെ എളുപ്പമുള്ള കാര്യമില്ല. ആ, നമ്മളിത് അടിക്കണ്ട ലേസർ. ഇതൊക്കെ ഇറങ്ങിയല്ലേ വന്നത്. ഇവിടെ ലിവറൊന്നുമില്ലേ? ആ, അപ്പുറത്താണ്. ഈ വഴി പോകണം. ഈ വഴി പോയിട്ട് ഈ വഴി നേരിപ്പിക്കുക. ഇവന് ചുമരുമ്പോൾ തുടുമ്പോൾ ഇങ്ങനെ സ്വിച്ചൊന്നുമില്ലല്ലോ അവിടെ.
ഓ അയ്യോ സ്വിച്ച് വന്നു കുഴപ്പമില്ല, നമ്മളിങ്ങോട്ട് തന്നെ എത്തി. താഴേക്ക് വീഴൽ. പക്ഷെ ഞാൻ ഇങ്ങനെ അയ്യോ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ ഇതേതാ വഴി? ഇതേത് വഴി? ഒന്നും മനസ്സിലായില്ല. ഇതെന്താ? ഞാൻ മരിക്കാൻ പോവാം, മറ്റോടെ തന്നെ പോട്ടെ. അപ്പോൾ ഇത് ഇവിടെ അടിക്കടാം. വെറുതെ എന്തിനാ കഷ്ടപ്പെട്ട് ഇങ്ങോട്ടൊക്കെ വരും, വെറുതെ കഷ്ടപ്പെടണം. മറ്റേവിടെ വന്നാലാണ് ചാടാൻ പറ്റുള്ളൂ. ഇവിടെ നാടി ഈ കുന്ത്രാണ്ടൊന്നും എടുത്താലല്ലേ ഇതൊക്കെ നടക്കുള്ളൂ. ആ മോളിത്തെ പൈപ്പരിയാൻ കുറേ നേരെയാണ് കഷ്ടപ്പെടുന്നത്. ചാട്, അങ്ങോട്ട് പോയി, എങ്ങോട്ട് പോവാ? അടിക്കും. ഓ കറക്റ്റ്, ഇനി മരിക്കാം. എന്ത് കളി, മൊത്തം പൈപ്പും ക്ലോസ് ആക്കി. വാ നമുക്ക് പിന്നെ മുന്നോട്ട്. ചാടിക്കോന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, ഇതേതാ വഴി? അത് മറ്റേത്. ഇതിന് വലിയ വ്യത്യാസമൊന്നും വന്നില്ല. അത് കറക്റ്റ് തന്നെയാണല്ലോ. കണ്ടോ, ഇങ്ങോട്ടുണ്ടായിരുന്നു, ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. ഇനി അതന്നെ, ഇത് സെയിം ആണ്ടോ. താൽക്കാലികമായി ഇതിനൊരു മാറ്റവും ഇവർ വരുത്തിയിട്ടില്ല. ഇങ്ങനെ ഓളിപ്പിച്ച് കയറാം. ഇതെന്തോ ഇത് വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ചടുക്കോ. ഓ ഫൈനലിൽ ഇതൊന്നും ഉണ്ടാകുന്നില്ലേ. ദാറ്റ്സ് ദ വ്യത്യാസം ഓൺ ദിസ്. ഓക്കെ, അങ്ങനെ കുറേ നേരത്തെ കുറേ നേരത്തെ കാത്തിരിക്കലിൻ്റെ ഉള്ളിൽ ഈ മുട്ട തൈന് എന്തില്ല കേട്ടോ. അയ്യോ ഷെഫാണോ? ഷെഫേ ഒരു ഐസ്ക്രീം താ ഷെഫ്. കുറേ നാളൊരു ഐസ്ക്രീം വെച്ചിട്ട് ഷെഫ് ഞാൻ ബർഗറും കൂടെ ഷെഫാക്കും. ഇപ്പം കിട്ടിയില്ല ഷിഫ്റ്റ്. ഇപ്പം അയാൾക്ക് ഷിഫ്റ്റ് കിട്ടിയിട്ട. ഇപ്പം അയാൾക്ക് ഷിഫ്റ്റ് കിട്ടി. ഇപ്പം അയാൾ സ്വർഗത്തായിരിക്കും. ഇത്ര നാൾ ഷെഫായ നാൾ ഇപ്പം ഷിഫ്റ്റായി സ്വർഗത്തേക്ക് പോയി. ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? സീസണത്. ഇതിന് ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം അല്ല വ്യത്യാസം ആകാശത്തൊക്കെ വന്നിട്ടുന്നേ ഇല്ല, വ്യത്യാസം വന്നല്ലോ സീമ. അത് നീളം കൂട്ടുകൾ തോന്നി. ഇതൊക്കെ സെയിമാണല്ലോ. അല്ല ഇത് സെയിമല്ല, എക്സിറ്റ്. നടുക്ക് കൂടെ പോകാൻ പറ്റിയിട്ടത്. എൻ്റെ അടുത്ത കളി. ഓ വരല്ലേ. ഓ ഇല്ല ഈസറ് കാരണം മാത്രമാണ് ഞാൻ ഇങ്ങനെ കിടന്ന് ഇതാക്കുന്നത്. എന്ത് റൈഡൊക്കെ ഇങ്ങനെ പോണത്. ആകാശക്ക് വയ്ക്കും. ഫാസ്റ്റ് റൈഡിന് പോയി. എന്താടേ നോക്കിയോ, അതിനകത്ത് ഞാൻ ജയിക്കും. അല്ല അത് ചെറുതായിട്ടൊന്നും തൂലാത്ത എഴുതിട്ടുള്ളൂ. ശരി, ഇതെന്ത് തീലാത്തത്? തീരുന്നില്ല തേയിലാത്ത. തേയിലക്കുട്ടി തേയിലവ, തേയില തരാം തേയിലവ, തേയിലയ്ക്ക് വേണ്ടി ഓടിവാ. ഇനി ഓടിപ്പോയ എന്നെ അവർ ഓടിയെടുക്കും. അങ്ങോട്ടിങ്ങനെ ഒരഞ്ഞു പോവാം. ഒരഞ്ഞിപ്പോയപ്പോൾ ഒരഞ്ഞെത്തും. അങ്ങനെയാണ് പണ്ടത്തെ ആൾക്കാർ പറഞ്ഞിരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വെറുതെ പറഞ്ഞ കേട്ടോ, എന്തൊക്കെയോ ഉണ്ടായി പറഞ്ഞത്. അതെ ഞാൻ പറഞ്ഞില്ല അദ്ദേഹം ജയിക്കുന്നു. പൊന്നെ ഞാൻ ലീസറിനൊക്കെ ഞാൻ ഉപ്പും മുഖശേരിട്ട് വിളിക്കും. ഇവിടെ എന്തെന്നാണാവോ? ഇവിടെ
ഉം. ഇവിടെ ഒരു പലകയൊക്കെ ഇടാനുണ്ടായിരുന്നു. അപ്പം ഇനി പലക എന്തിനാണ്? അല്ല എനിക്ക് താൽക്കാലിക ഉണ്ട്. നേരത്തെ താഴെയായിരുന്നു. ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ ഈ പലക വയ്ക്കണം, അതിൻ്റെ അവിടെ പലക വയ്ക്കണം, അതിൻ്റെ അവിടെ നിന്ന് പിന്നെയും പലക വെച്ച് ആടണം. പൊന്നെ ഈ സാധനത്തിനാണ് ഭയങ്കര വെയിറ്റ്. പിന്നെ ഇതും കൊണ്ട് ഇനി കയറാമെന്ന് വെച്ചാൽ ഈ ഗെയിം ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ ചേരാൻ ഭയങ്കര ഈസിയാണ്. അല്ല വേണ്ട, എനിക്കൊരെണ്ണം മതി. താൽക്കാലികം എനിക്കൊരെണ്ണം മതി. ഇങ്ങോട്ട് വന്നേ, ചെക്കട് പോവേ, ഇങ്ങോട്ട് വാടാ. പറഞ്ഞാൽ മനസ്സിലാവണ ഇത്തിരി കൂട്ടത്തിലുണ്ട് വരുമ്പോൾ ഇവരൊക്കെ. ഡ്രോപ്പ്. അയ്യോ, അത് ഡ്രോക്കായി. അതെനിക്ക് വലിയൊരു ഷോക്കായിരുന്നു. ആ ഡ്രോക്കായി. കുഴപ്പമില്ല, നമ്മൾ ട്രൈ ചെയ്ത് നമുക്കത് ലഭിക്കും അല്ലേ? അങ്ങോട്ടല്ലേ? അതെ. ഇതെടുക്കൂ, ഇത് നോക്കൂ. അയ്യോ, അപ്പം അവിടെ നോക്കി ഇങ്ങോട്ട് വന്നോ? കൊള്ളാം. ഞാൻ വിചാരിച്ചു പിന്നെയും മഷ്റൂം പോലെ തു അവിടെ ഇട്. ഡ്രോപ്പായില്ല. ഇതൊന്നും എനിക്കെന്തിനാ? ഞാൻ ഇരിക്കട്ടെ. നാല് സാധനങ്ങളൊക്കെ മാറില്ലെന്ന് തോന്നും. ഇതെന്താ പോവാത്തത്? ഡ്രോപ്പ്. എന്താണ് ഡ്രോപ്പ്? നല്ലൊരു ബട്ടൺ വരുന്നില്ലെന്ന്. ഞാൻ ഇതും കൂടെ അങ്ങനെ കയറാനാണ് ഈ സാധനം കൊണ്ട് എനിക്ക്. അയ്യോ ഈ ഹാക്കറാണ്. ഇപ്പം എന്തുണ്ടായി? നല്ല മനുഷ്യനാ. ഇന്ന് വെടിയിപ്പിച്ച നിന്നെ ഞാൻ സർപ്പത്തും കൂടി ശരിയാക്കോളാം. വെറുതെ ഒന്നുമില്ലേ? അയ്യോ അത് വേണ്ട. നല്ല മനുഷ്യനാണ്. ഉണ്ടാണല്ലോ ഇയാളെന്താ തോന്നുന്നു? മായാലും എനിക്കൊരു എന്തിനാവട്ടെ. നമുക്ക് ഹാർഡ് വർക്ക് ചെയ്ത്, ഇത് ഹാർഡാണ്, അപ്പം നമുക്ക് ഹാർഡ് വർക്ക് ചെയ്ത് വെച്ചാൽ മതി. അല്ലാണ്ട് എന്താണ് ഞാൻ ചെയ്തിട്ടോ? പിന്നെ വെറുതെ വാടെടുത്ത് ഇതാക്കല്ലേ. അവന് ഈസിയാണ് കളിക്കണേന്ന് തോന്നുന്നു. അവന് ഈസിയാണ് കളിക്കുന്നത്, വെറുതല്ല. ഈസിയിലെ അവിടെ നിന്ന് ഇത് കളിച്ച് പോകുന്നത്. ഞാൻ കളിക്കുന്നത് ഹാർഡാന്ന് അവന് ഇതുവരെ മനസ്സിലായിട്ടില്ല. നല്ല മനുഷ്യൻ. എന്നാണാവോ ഇതൊന്ന് വിച്ച് കഴിയുക. കുറേ നേരം മനുഷ്യനെ കഷ്ടപ്പെടണം. ഇതുവരെ കഥയ്ക്ക് ഇതെടുക്കാല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ടാണോ വിൽക്കേണ്ടത്? ഇങ്ങോട്ടല്ലണോ? ഇതോട് കയറിയേ. ഡ്രോപ്പ് കണ്ട പറ്റില്ല. ഇത് ഉണ്ണായിപ്പിൻ്റെ പുസ്തകമാണ്. ഇതിങ്ങനെ ഹാർഡാകൊണ്ടിരിക്കുക.
തെറ്റിൻ്റെ കാർഡാണ്. 8 ഔട്ട് ഓഫ് ഹാൻഡ്. ഓക്കെ, താഴെ വീണ് മൊത്തം കിട്ടുന്നുണ്ട്. ഞാൻ ഓർണം കൊണ്ട് എൻ്റെ കാര്യങ്ങൾ സാധിക്കും. ഇനി എടുക്കാം. ഓക്കെ ഓക്കെ